ആടി പറയടി, എന്തോടുക്കും അടി? എടാ നീ ഇങ്ങോട്ട് വാ. എന്ത്? അമ്മയുടെ ടേൽ ഷോപ്പ് നിനക്ക് അറിയത്തില്ലയോ? ഓ, ഹോംവർക്ക് എഴുതി എഴുതി കൈ ഒടിഞ്ഞടി. നീ ഇത് ഇത്രയ്ക്ക് പൊട്ടനാണോ? തിങ്കളാഴ്ച നീ ഏത് ബസ്സിനാ വരുന്നത്? ഷാൻഷാലിനകത്തല്ലേ? ഒന്ന് വേഗം വാ, അമ്മയ്ക്ക് ഡൗട്ട് അടിക്കാം. നീ അല്ലടി ആ പ്രോജക്റ്റ് എഴുതണ്ടാ, മറ്റേ ആ പ്രോജക്റ്റ് എഴുതിയാ മതി. വേഗം വാ. നിന്റെ അമ്മയുടെ ഒരു ബ്ലൗസ് ഇവിടെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അതിനെ പറ്റി ചോദിച്ചാൽ മതി. തയ്ച്ചൊന്നുമില്ല, നീ വാ ഇങ്ങോട്ട്. സോഷ്യലിൻ്റെ വർക്ക് ഞാൻ ചെയ്തില്ലടി, മാത്സിൻ്റെ എല്ലാം ഞാൻ ചെയ്ത്. ശരി. ആരാടി? ഫ്രണ്ട് ഗായത്രി. ഞാൻ പറഞ്ഞത് തയ്ക്കി. ഹുക്ക് വയ്ക്കാം അമ്മ, ഇപ്പൊ വയ്ക്കാം. അമ്മ എന്റെ ഫ്രണ്ടാ, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നതാ. എന്താടാ വന്നേ? നീ ഇങ്ങോട്ടൊന്നും വരാറില്ലല്ലോ. ക്ലാസ്സിലെ ബുജിയാ അമ്മേ. എന്താ മോനെ? അമ്മയുടെ ബ്ലൗസ് തയ്ക്കാൻ തന്നായിരുന്നു, അത് വാങ്ങാൻ വന്നതാ. അത് ഞാൻ ബുധനാഴ്ച കൊടുക്കത്തോളം അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ, പിന്നെന്താ ഇന്നേക്ക് വന്നത്? അമ്മ ഇത് തയ്ച്ചോ അവന്റെ ബ്ലൗസിന്റെ തുണി? ഏടി നീ ആ സുഗണാന്റെ പച്ച നിക്കറിന് ഹുക്ക് വെച്ചോ? വെച്ചില്ല. എന്നാ അവിടെ നിന്ന് വെയ്. മോനെ അത് ഞാൻ അമ്മയുടെ കൊടുത്തേക്കാം കേട്ടാ. മോൻ ബുദ്ധിമുട്ടി ഇങ്ങനെ വരണമെന്നില്ല. ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞോളാം. അയ്യോ വേണ്ട, ഫോൺ വിളിക്കണ്ട. വേണ്ട, ഞാൻ ഇതുവഴി പോയപ്പം വെറുതെ അമ്മ ഇങ്ങനെ പറഞ്ഞായിരുന്നു, അപ്പൊ വെറുതെ ഇങ്ങനെ കേറി. എന്നാ ശരി, ചെന്നാട്ടെ. ശരി ആന്റി, എങ്കിൽ ശരിയടി, ടാറ്റ. എന്താടി, ഒന്നും കഴിക്കുന്നില്ലയോ? എനിക്കൊന്നും വേണ്ട. എന്താ? വന്നപ്പോ തൊട്ടേ മോന്തയും കയറ്റി വെച്ചിരിക്കുവാണല്ലോ, എന്താ കാര്യം? എന്നാലും അമ്മ ആ കടയിൽ വെച്ച് ആ ചെക്കൻ്റെ മുന്നിൽ വെച്ച് എന്നെ പറഞ്ഞ ശരിയായില്ല. ഞാൻ ആകെ നാണം കെട്ടുപോയി. എന്ത്? എനിക്ക് ഓർമ്മയില്ലല്ലോ. സുഗണ മാമന്റെ പച്ച നിക്കറിന്റെ കാര്യം. പിന്നെ അമ്മയ്ക്ക് അത്ര നേരം നിക്കറ് തയ്പ്പിക്കണ്ടായിരുന്നു. കറക്റ്റ് ആവും വന്നപ്പോ നിക്കറ് തയ്പ്പിക്കണം. മനഃപൂർവ്വം ചെയ്തത് എനിക്ക് മനസ്സിലായി. ആ നിക്കറിന് ഹുക്ക് വയ്ക്കാൻ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ എന്താ, ഫ്രണ്ട് അല്ലേ, അല്ലാതെ കാമുകനൊന്നും അല്ലല്ലോ. അങ്ങ് അടങ്ങ്. കാമുകനാണെങ്കിലോ? കാമുകനോ? എന്റെ പൊന്നുമോളെ, ഈ പ്രായത്തിൽ അങ്ങനെ പലതും തോന്നും. അമ്മയുടെ 10-18 വയസ്സിൽ ആ ഒരു പ്രേമത്തിലകപ്പെട്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. അമ്മയുടെ ലവ് മാരേജ് ആയിരുന്നോ? പറഞ്ഞേ. അമ്മ ഇത്രയും നാളായിട്ട് എന്റെ അച്ഛൻ ആരാന്നോ അമ്മയുടെ ജീവിതം എന്താന്നോ പറഞ്ഞിട്ടില്ല. ഞാൻ അമ്മയടുത്ത് ഓരോന്നോരോന്ന് ചോദിച്ച് ശല്യവും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അറിയണേ ഇനി അതേപറ്റി. പ്രേമൊന്നും ഈ പ്രായത്തിൽ തോന്നുന്നതിലൊന്നും ഒരു സത്യവും കാണത്തില്ല. ഇപ്പൊ നീ പഠിച്ച് ഒരു നിലയിൽ എത്തിയതിന് ശേഷം നീ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ ചെയ്യും. അതൊക്കെ ഞാൻ പഠിച്ച് സെറ്റാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അമ്മയുടെ കാര്യം ഇനിയിപ്പോ എന്തായാലും അറിഞ്ഞേ പറ്റൂ. പ്രേമത്തിനൊക്കെ ഇത്രയും എതിർപ്പ് നിൽക്കുന്ന അമ്മയുടെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് എന്തായാലും അറിയണം. പറഞ്ഞതാ. കല്യാണമായിട്ടൊന്നും അല്ലായിരുന്നു, അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ഇറങ്ങിപ്പോയതാ. നല്ല ജീവിതമൊക്കെ ആയിരുന്നു. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ലേ ഈ മനുഷ്യന്മാര്. അവരുടെ മുഖമൊക്കെ പെട്ടെന്ന് മാറും. എന്നാലും അമ്മയുടെ മനസ്സിത്ര അത്തപ്പതിച്ചു പോയല്ലോ അമ്മേ. കഷ്ടം തന്നെ കേട്ടാ. ഇതൊക്കെ എന്റെ അടുത്ത് പറഞ്ഞതിരിക്കട്ടെ, ഏട്ടനോ ഏട്ടത്തിയൊക്കെ കേട്ടാലുണ്ടല്ലോ എന്നെ പോലെ വെറുതെ ഇരിക്കത്തില്ല. എന്തോ അതപ്പതിച്ചെന്നാ മോളെ. നീ ഈ മായാലോകത്ത് ജീവിക്കല്ലേ മോളെ. ഇനി 4-5 വർഷം കഴിയുമ്പോഴേ ഈ മധുതും ഒക്കെ അങ്ങ് പോവും. പിന്നെയും കിടക്കിയ ജീവിതം. പട്ടിണിയും പരിവട്ടവും ഒക്കെ ആവുമ്പോഴേ രണ്ടുപേർക്കും വയറ്റിലോട്ട് വയറ് നിറയാൻ എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്നാവും. ഈ സ്നേഹമേ പിടിച്ചു വെക്കാൻ മാത്രമല്ല, പങ്കുവെച്ചു കൊടുക്കാനും മനസ്സ് വേണം. എന്തു പങ്കുവെക്കാൻ അമ്മ ഈ പറയുന്നത്? എന്റെ ഭർത്താവിനെയോ? അമ്മ എത്ര കഷ്ടപ്പെട്ടാന്ന 2 ആൺമക്കളെ വളർത്തിയത്. എന്റെ പൊന്നുമോ മണിക്കുട്ടൻ. ഇനി ജോലി കിട്ടിയപ്പോഴേ അമ്മ ഇനി കഷ്ടപ്പെടണ്ട, അമ്മയെ പൊന്നുപോലെ നോക്കാന്ന് ഈ കയ്യെ പിടിച്ച് സത്യം ചെയ്തതാ. ആ സത്യവും പാലിച്ച് എന്നെ പൊന്നുപോലെ അവൻ നോക്കിയത്. എന്നെ നല്ല ഈ കുടുംബം മൊത്തം ഈ വീട് പകുതിയാക്കിയിട്ട് എന്റെ പൊന്നുമോനങ്ങ് പോയി. അവൻ കല്യാണം കഴിച്ചോണ്ടേ അവന്റെ ജോലി അവന്റെ ഭാര്യയ്ക്ക് കിട്ടത്തോളന്ന്.
അവൻ കല്യാണം കഴിച്ചല്ലായിരുന്നെങ്കിൽ രാഹുലിന് കിട്ടിയേനെ. അന്ന് എന്റെ മോൻ പറഞ്ഞതാ, എനിക്ക് കല്യാണം ഒന്നും വേണ്ടമ്മേ, അമ്മയുടെ മോനായിട്ട് ഞാനങ്ങ് ജീവിക്കാന്ന്. അന്നേ ഞാൻ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞതല്ലേ നീ രണ്ടുപേരെ ഭാര്യയായിട്ടങ്ങ് നിൽക്കാനെന്ന്. നീ എല്ലായിരുന്നോ അത് സമ്മതിക്കാഞ്ഞത്? നിന്റെ ഭർത്താവ് എന്റെ മൂത്ത മോനും അത് സമ്മതിച്ചതാ. കാരണം അവന് ബുദ്ധിയുണ്ട്, അവനറിയാം കാര്യങ്ങള്. അമ്മയ്ക്കൊരു ഉളുപ്പില്ലേ വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കാൻ? അല്ലെങ്കിൽ രാവണേട്ടന്റെ ജോലി കീർത്തിയേട്ടത്തിക്ക് തന്നെയല്ലേ കിട്ടേണ്ടത്? അവള് ജോലി മേടിച്ചോട്ടെ, പക്ഷെ ജോലിയും മേടിച്ച് അവളങ്ങ് പൊടിയും തട്ടി പോവും. ഈ മേടിച്ചു വെച്ച കടവൊക്കെ ആര് തീർക്കാനാ? പകുതി പണിഞ്ഞിട്ട വീടിനി ആര് കെട്ടി തീർക്കാനാ? അവൻ മരിച്ചതിന് കിട്ടിയ കാശ് ഈ കടം തീർക്കാൻ പോലും മുഴുക്കത്തില്ല. നീ അവസ്ഥയൊന്ന് മനസ്സിലാക്കും മോളെ. ഈ അമ്മ എന്തോ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇനി ഞാൻ സമ്മതിച്ചാലും കീർത്തിയേട്ടത്തി സമ്മതിച്ചാലും ഏട്ടൻ സമ്മതിക്കുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ഏട്ടൻ അവരെ സ്വന്തം അമ്മയെ പോലെയാ കാണുന്നത്. ഏട്ടൻ എന്തായാലും സമ്മതിക്കില്ലമ്മേ. അവരൊക്കെ എപ്പോഴേ സമ്മതിച്ച്, ഇനി നീ കൂടി സമ്മതിച്ചാ മതി. അവൻ എന്നോടല്ലയോ പറഞ്ഞത് നിന്റെ സമ്മതം മേടിക്കാൻ? ഞാൻ വിശ്വസിക്കത്തില്ല. അമ്മ ജയിക്കാൻ വേണ്ടി ഇങ്ങനൊന്നും പറയരുത് കേട്ടാ. നിന്റെ ഏട്ടനെ പറ്റി ഇങ്ങനൊന്നും പറയരുത് കേട്ടാ. അയ്യോ, നിന്റെ വേട്ടം വരുമല്ലോ. നിന്റെ വേട്ടം വരുമ്പോ നീ തന്നെ ചോദിക്ക് വേട്ടനോട് കേട്ടോ. അവരിക്കൊക്കെ വിവരമുണ്ട്, നിന്നെപ്പോലല്ല. കാര്യം പറഞ്ഞാ മനസ്സിലാവും കേട്ടാ. എത്രയോ ആളുകൾ ഇപ്പോ രണ്ടു ഭാര്യമാരുമായിട്ട് ജീവിക്കുന്നു. ഫോണിനകത്തൊക്കെ വരുമല്ലോ. ബഷീറോ മൂഷിയോ, അവന് രണ്ടു ഭാര്യയില്ലേ? അവര് ഈ കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്? പിന്നെ നിനക്ക് മാത്രം ഇത്രയേ അഹങ്കാരം? ഇരുന്ന് മോങ്ങാതെ ഞാൻ പറഞ്ഞതിനെ പറ്റി ആലോചിക്കാൻ നോക്ക്. ആ കൊച്ചിനെ ഇട്ട് കരയിക്കാതെ. മുകുന്ദ രാമ രാമ പാഹി മാം, രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. എന്റെ ഭഗവാനേ, എന്റെ മൂത്ത മരുമോക്ക് ബുദ്ധി ഓതി കൊടുക്കണേ എന്റെ ദൈവമേ. ശരി. ഏട്ടാ, ഞാൻ കൊറേ വിളിച്ചല്ലോ, എന്താ ഫോൺ എടുക്കാത്തത്? ഒരു മിനിറ്റ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഭഗവാനേ. എടി, ഞാൻ അവിടെ ചുമ്മാതെ കഥയും പറഞ്ഞിരിക്കുകയല്ല, എനിക്കവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. 100 വട്ടം വിളിച്ചോളൂ വെറുതെ. ഏട്ടൻ വേറെ ആരോടെ സംസാരിക്കുവാണെന്നാ പറഞ്ഞത്. ഇത്രയും വിളിച്ചതല്ലേ, മിസ്ഡ് കോൾ കാണുമ്പോ തിരിച്ചെങ്കിലും ഒന്ന് വിളിച്ചുകൂടെ? അത് ചേട്ടത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടത്തി ഓരോന്ന് പറഞ്ഞിങ്ങനെ അങ്ങനെ നിന്നതാ. ചേട്ടാ, ഇന്ന് അമ്മ പറയുവാ. മതി, അമ്മ പറഞ്ഞ എന്തോന്ന് എനിക്ക് മനസ്സിലായി. എടി, നീ ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ ആവരുതേ. നമ്മുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിക്കൂടെ നിനക്ക്? ഏട്ടന്റെ ചേട്ടത്തി ഒരുപാട് അത്രയ്ക്കങ്ങ് സാമർത്ഥ്യം കാണിച്ച് പോവാണോ? അല്ല, കൊച്ചിന്റെ കഴുത്തേ കിടക്കുന്ന മാലയെ ഞാൻ തൊഴിലുറപ്പിന് പോയിട്ട് പണിയെടുത്ത് കാശുണ്ടാക്കി ഇട്ടതാ. എന്നാ പിന്നെ അതൂടി ഊരി തന്നിട്ട് പോണം. അല്ല, താലിയൊക്കെ ഊരി കൊടുത്തല്ലോ. പോട്ടെ, നീ വിഷമിക്കേണ്ട ഇറക്കാ. ഇനിയിപ്പോ ദൈവവിധി ഇതാണെങ്കി അങ്ങനെ അടക്കട്ടെ. അന്ന് കൈക്കുഞ്ഞായി നിന്നെ എടുത്ത് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. എങ്ങോട്ട് പോണോന്ന് ഒരു നിശ്ചയമില്ലായിരുന്നു. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി ഇറങ്ങിപ്പോയ മകളെ സ്വീകരിക്കാൻ എന്റെ അച്ഛനും അമ്മയും തയ്യാറുമായില്ല. അമ്മേ, ജോലിക്ക് പോവാണേ. അമ്മ ജോലിക്ക് പോയിട്ട് വരുമ്പോ പൊന്നു കരയല്ലേ. അമ്മ ഓടി വരാവേ, എന്നിട്ട് കുഞ്ഞിനെ എടുത്തോണ്ട് പോവാവേ. കരയല്ലേ തങ്കമയിലേ, ഇങ്ക വാ. വാവോ, പോയിട്ട് വരാവേ. ഞാൻ പാത്തിക്കണ, നീ പോയിട്ട് വാങ്ങ. ശരി അമ്മ. ഇങ്ങോട്ട് പോന്ന്. സമയത്തും കാലത്തും ജോലിക്ക് വരാൻ പറ്റില്ലെങ്കിൽ ജോലിക്ക് വരണ്ട. അത് അമ്മയുടെ കയ്യിലെ കുട്ടിയെ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയി. അത് നിങ്ങളുടെ പേഴ്സണൽ കാര്യം, അത് നമുക്കറിയണ്ട. ഇനി ഇതിവിടെ പറ്റില്ല. സോറി സാർ.
ആ പോയി പണിയെടുക്കാൻ നോക്കുക, അവിടെ ക്ലീനിങ് കുറെ കിടപ്പുണ്ട്. മൂസി, കണ്ട വേലയ്ക്ക് നടക്കുന്ന പിള്ളേരുടെ കൂടെ ഒക്കെ കളിക്കുന്നോ? പോയി സാധനം എല്ലാം പറക്കിക്കൊണ്ട് മുറിക്കകത്ത് വെക്ക്. നിനക്ക് കളിക്കാൻ മേടിച്ചെന്നോ എല്ലാവർക്കും കൊടുക്കാനാണോ? ഇനി ഉണ്ടല്ലോ ഞാൻ നിന്നെ. എന്ത് ടിവിയിലോട്ട് നോക്കി നിൽക്കുന്നത്? പണിയെടുക്ക്. പിന്നെ ഒരു കാര്യം, പണിക്ക് വരുമ്പോ കൊച്ചിനെ ഒന്നും കൊണ്ടുവരരുത് കേട്ടല്ലോ. കൊച്ചിനെ എവിടെയെങ്കിലും ആക്കിയിട്ട് വേണം വരാൻ. അങ്ങനെ കണ്ടോ റാട്ടും തുപ്പും കേട്ട് നിന്നെ ഞാൻ വളർത്തി. അതാ മോളെ പറഞ്ഞത്, ഈ പ്രായത്തിൽ തോന്നുന്ന പ്രേമത്തിലൊന്നും ഒരു സത്യവും ഇല്ല. അമ്മയ്ക്ക് മോള് മാത്രമേ ഉള്ളൂ. നിന്റെ വിശ്വാസത്തിലാ ജീവിക്കുന്നത്. ആ വിശ്വാസം നീ തെറ്റിക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പോട്ടമ്മേ, സാരമില്ല. നമ്മളിപ്പോ നല്ലപോലെയല്ലേ ജീവിക്കുന്നത്. എന്നാലും അയാളിപ്പോ ആ പെണ്ണുമ്പിളയും കെട്ടി ജീവിക്കുന്നുണ്ടാവൂലേ? എന്തേലും ആവട്ടെ. ആ കിളവ് ഇപ്പൊ മണ്ണടി പോയിട്ടുണ്ടാവും. മോക്ക് ഫുഡ് എടുക്കട്ടെ അമ്മ? എനിക്കൊന്നും വേണ്ട, ഞാനിപ്പോ തന്നെ കിടക്കുക. എന്തായാലും അവനെ കാണുമ്പോൾ നാളെ തന്നെ പറയണം ഇനി ഇതൊന്നും വേണ്ടെന്ന്. പാവം എൻ്റെ അമ്മ, എനിക്ക് ചതിക്കാൻ പറ്റത്തില്ല. കല്ലട ആർമി ഉദ്യോഗസ്ഥൻ കൊലപാതകം കുറ്റം സമ്മതിച്ച് സഹോദരൻ. കൊലപാതകിയുടെ മുൻ ഭാര്യയുടെ പരാതിയെ തുടർന്നുണ്ടായ അന്വേഷണത്തിലാണ് പോലീസിന് ഇത് കണ്ടെത്താനായത്.